ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഇന്നാണ്. തൃപ്പൂണിത്തുറയിൽ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. അത്തം ഇന്നു മുതൽ ഇനി അങ്ങോട്ട് ഓണത്തിനുള്ള തയ്യാറെടുപ്പാണ് മലയാളികൾക്ക്. ഇത്തവണ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തും എന്നതൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിലെ ആലോചനകളെങ്കിലും പക്ഷേ അത് ഒരുപാട് മനുഷ്യരുടെ ജീവിതവും ഉപജീവനവും ഒക്കെ കൂടിയാണ് ഈ ആഘോഷങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കലാകാരന്മാരൊക്കെ ഉണ്ടെന്ന ദൃശ്യങ്ങളിൽ കാണാം. അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പുലികളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തൃപ്പൂണിത്തുറയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് അതിനുവേണ്ടി നടന്നു വരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ അത്തം നഗർ ഉണർന്നു കഴിഞ്ഞു. അവിടെ റൈഡുകളും അങ്ങനെ മേളകളും സ്റ്റാളുകളും ഒക്കെയായി പതിവ് പോലെ തന്നെ അവിടുത്തെ അത്തം നഗർ സജീവമാകും. ഒപ്പം ഇന്ന് രാവിലെ 9 മണിക്കാണ് ഈ അത്തം ഘോഷയാത്ര. ഒപ്പം പതാക ഉയർത്തലും പിന്നീട് ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫും, തുടർന്ന് തൃപ്പൂണിത്തുറ നഗരത്തെ വലം വെച്ചുകൊണ്ട് ആ ഘോഷയാത്ര മുന്നോട്ട് പോകും. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചാണ് ഈ കലാകാരന്മാർക്കൊക്കെ ആയിരുന്നു ആദ്യം ഈ ഓണാഘോഷം ചുരുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട്, അവർ വലിയ ആശങ്കയിലായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അക്കാര്യത്തിലൊക്കെ ഒരു അനുഭാവപൂർവമായ നടപടികളിലേക്ക് വരുന്നു. ആഘോഷങ്ങൾ അങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കുന്നില്ല. ഏതായാലും അവരൊക്കെ സജീവമായി തന്നെ ആ ഒരു പഴയ ആവേശത്തിൽ തന്നെ തയ്യാറെടുപ്പുകളിലാണെന്ന് തോന്നുന്നു, അല്ലേ? ഗോകുൽ, അങ്ങനെ തന്നെയാണ്. കാരണം ഓണം എന്ന് പറയുമ്പോൾ അത്തഘോഷയാത്ര അത് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ എല്ലാം തന്നെ പണ്ട് മുതലേ പങ്കെടുക്കുന്ന കലാകാരന്മാർ ഓരോരുത്തരും ഇവിടെ എത്തി. ഇന്നലെ മുതൽ തന്നെ ഇവിടെ എത്തിക്കൊണ്ട് ഇവിടെ ഈ സംഘങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ ചമയങ്ങൾ ഇവിടെ എത്തിക്കുന്ന കാഴ്ച, അണിഞ്ഞൊരുങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. അതിനുശേഷം ഓരോരുത്തരും ഇവിടെ നിന്ന് ഈ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് ചെയ്യുക. പിന്നീട് നഗരത്തിലേക്ക് പുലികൾ ഇറങ്ങും. ഇപ്പോൾ നമുക്ക് കാണാം തൃശ്ശൂരിൽ എത്തിയ ഒരു പുലി സംഘത്തെ നമുക്ക് കാണാം. അവരെല്ലാം തന്നെ ചമയങ്ങൾ അണിഞ്ഞ് അതിന്റെ തയ്യാറെടുപ്പുകളിലേക്കാണ്. എന്തായാലും തൃശ്ശൂരിൽ എത്തിയ എവിടെ നിന്നായിട്ട് വരുന്നത്? തൃശ്ശൂര് വിയ്യൂര് യുവജന സംഘം കലാസമിതി. നേരത്തെ ഈ അത്തച്ചമയാഘോഷങ്ങൾക്കെല്ലാം പങ്കെടുത്തിട്ടുണ്ട്? ഞാൻ 4 വർഷമായി അടുപ്പിച്ച് വരുന്നുണ്ട്. തൃശ്ശൂര് 28 വർഷമായി വേഷമിടുന്നു നാലോണത്തിൽ. തൃശ്ശൂർ പൂരം പോലെ തന്നെയാണ് ഈ അത്തഘോഷയാത്രയിൽ പുലിക്കളിയും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു. അതെ, അത്തത്തിന്റെ ഘോഷയാത്ര പോലെ തന്നെ തൃശ്ശൂരിന് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ് പുലിക്കളി. അതുകൊണ്ട് തന്നെ വയനാടിനൊപ്പം നിന്നുകൊണ്ട്, അവർക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ നമ്മൾ പുലിക്കളി ഇത്തവണയും ഇറങ്ങണമെന്ന് ആശങ്കയുണ്ടായിരുന്നു. ഇത്തവണ ആഘോഷങ്ങളെല്ലാം തന്നെ കുറച്ചു ആഘോഷങ്ങൾ നിർത്തിവെക്കുന്നത് സർക്കാരിൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നീട് പുലിക്കളിക്ക് മുൻകൂട്ടി ഒരുക്കങ്ങൾ നടന്നിരുന്നു. അതുകൊണ്ട് ഇത് കുറേ നഷ്ടങ്ങൾ വന്നിരുന്നു. മുൻകൂട്ടി ഒരുക്കങ്ങൾ നടത്തിയിട്ട് ലക്ഷക്കണക്കിന് രൂപ മുൻകൂട്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു ഓരോ ടീമുകാരും. അതുകൊണ്ട് തന്നെ അത് കളിക്കണം എന്നുള്ളൊരു ഇത് നടത്തണം എന്നുള്ള ഒരു പുലി ഇറങ്ങാൻ എല്ലാം സെറ്റായി. ശരി. എന്തായാലും ഇത്തരത്തിൽ നിരവധി കലാകാരന്മാരാണ് ഇവിടെ ഈ ഒരു തൃപ്പൂണിത്തുറയിലെ ബോയ്സ് ഗ്രൗണ്ടിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ അവരുടെ എല്ലാം തന്നെ ഒരുക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പത്തനംതിട്ടയിലെത്തിയ പടയണി സംഘവും ഇവിടെയുണ്ട്. അങ്ങനെ ഓരോ കലാകാരന്മാരും അവരുടേതായ കലാരൂപങ്ങളെല്ലാം തന്നെ ഇവിടെ അവതരിപ്പിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പത്തനംതിട്ടയിലെത്തിയ പടയണി സംഘം. ചേട്ടാ, പത്തനംതിട്ടയിൽ നിന്ന് വന്ന പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ്. ഓതറ എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഓതറ പടയണി ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 പടയണി നടക്കുന്ന സ്ഥലമാണ് ഓതറ പടയണി. 1001 വാളയുടെ കോലമുള്ള സ്ഥലമാണ് അവിടെ. വേറെ ഒരു സ്ഥലത്തും കാണാൻ പറ്റത്തില്ല. മീനമാസത്തിലെ തിരുവാരയാണ് അവിടെ നടക്കുന്ന പരിപാടി. അതാണ് പടയണി. പിന്നെ ഇത് ചെറിയ ഒരു കോലമാണ്. ഇതിന് ശേഷം ഇതിന് മേളിലോട്ട് 51, 101 അതുവരെ തകലെടുത്തുള്ളൂ. ഇന്നിവിടെ പെർഫോം ചെയ്യുന്നത് ഈ ഒരു കോലം. ഇതുകൊണ്ട് അവിടെ വേറെ 4 കോലങ്ങളുണ്ട്. പക്ഷി, സുന്ദരേഷിയുണ്ട്. ഇന്നിവിടെ ചെയ്യുന്ന പരിപാടി ഈ ഇത്രയേ ഉള്ളൂ. 2, 2, 4, ഇതൊന്ന് 5 കോലം നടക്കും. ഓരോ ജില്ലകളുടെ പല കലാരൂപങ്ങളെല്ലാം തന്നെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ വർഷങ്ങളായി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്? ഒരു 6-7 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്. പടയനിയുമായിട്ട് വരുന്നുണ്ട്. ഒരു പ്രാവശ്യം വഞ്ചി വേണേ അതിലൊരു പാട്ട് പാടാം. വഞ്ചിപ്പാട്ട് വേണോ? അത് ഇപ്പോൾ ഈ ഇതിന്റെ ഭാഗമായി, ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാമെന്നാണ് ഇപ്പോൾ ഈ കലാകാരന്മാരെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഗൂഗിൾ കത്തുന്നോരഗ്നി തന്നിൽ ചിതറുവരികനിൽ കണ്ണിൽ വന്നുത്ഭവിച്ച അത്യന്തം കോപമോടെ അസുരനിധനം ചെയ്ത ലോകത്രയത്തെ ഈശ്വരൻ താൻ അരുളി അതിനാൽ വന്ന് പുതുക്കുളങ്ങരക്കാവിൽ വാഴും അമ്മേ ത്വൽപാദപത്മം പരിചുരിതയാൻ പാണി കൂപ്പിത്തൊഴുന്നേ.
അന്തകവൈരിയാം തമ്പൂരാൻ്റെ ചെന്തിക്കനൽ കണ്ണിൽ ഉത്ഭവിച്ചേ തമ്പൂരാട്ടി ദേവി കൈതൊഴുന്നേൻ സങ്കടം തീർത്തന്നെ പാലിക്കണേ തിരുവുടലുടെ ഗുണഗണം ഇത് പുകഴ്വതിനടി എൻ്റെ മനതടിരതിരതി തെളിവൊടുവിള്ളയാടുക ദേവി ശ്യാമളമാകിന കേശഭാരം പുമാല ചാർത്തിയതെത്ര ചിത്രം. എല്ലാ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അങ്ങനെ 8 മണിക്കൊന്നും അവർ പറഞ്ഞ സമയത്ത് നമുക്കറിയാം. കലാകാരന്മാരെല്ലാം തയ്യാറെടുപ്പുകളുമായി ഇപ്പോൾ അവരുടെ ഈ സമയങ്ങളിൽ തന്നെ അണിഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തുണ്ട്. ഒരു 9 മണിയോട് തന്നെ ഇവരെല്ലാം ഓരോരുത്തരായി ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും. അതിനുശേഷം പിന്നീട് നഗരത്തിലേക്ക് അവരുടെ കലാരൂപങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. അത്തരത്തിൽ വലിയ ആഘോഷങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ എല്ലാം തന്നെ ഒരുക്കങ്ങൾ ഇവിടെ നടക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാരാണ് ഈ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ഇവിടെ എത്തുക. അതിനുശേഷം ഓരോരുത്തരുമായി തെയ്യമടക്കമുള്ള പല കലാരൂപങ്ങളുമുണ്ട്. ഇതാ തൃശ്ശൂരിനത്തൊരു പുലിസംഘം ഇവിടെ ഉണ്ട്. എവിടുന്ന ചേട്ടാ വരുന്നത്? വർഷങ്ങളായി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായും എല്ലാ കലാകാരന്മാരും ഒരുങ്ങി കഴിഞ്ഞു. അത് തൃപ്പൂണിത്തുറയിലെ മാത്രം ആഘോഷമല്ല എന്ന് തെളിവാക്കുന്നതാണ്. പുലികളുണ്ട്, തൃശ്ശൂരിൽ നിന്നുള്ള പുലികൾ, ക്ഷമിക്കണം, തൃപ്പൂണിത്തുറയിലെ മാത്രം ആഘോഷമല്ല, തൃശ്ശൂരിൽ നിന്നുള്ള പുലികളുണ്ട്, പത്തനംതിട്ടയിൽ നിന്നുള്ള പടയണി, അങ്ങനെ കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കല കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ വിളിച്ചോന്ന് ഒരുപാട് അടയാളപ്പെടുത്തുന്ന ഒരുപാട് വിശേഷങ്ങളും കാഴ്ചകളും ഒരുക്കുന്നുണ്ട് ഇത്തവണത്തെ അത്തച്ചമയ ഘോഷയാത്രയും. പതിവ് പോലെ തന്നെ